ഹലോ, വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിന്നിവിടെ ചെയ്യുന്ന ACCAയിലെ F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻവെൻട്രി കോസ്റ്റ് എന്ന ടോപ്പിക്കാണ്. ലെറ്റ്സ് ബിഗിൻ. എന്താണ് ഇൻവെൻട്രി കോസ്റ്റ്? നമ്മൾ കമ്പനീസ് ഹോൾഡ് സ്റ്റോക്ക് ടു എൻഷുർ സഫിഷ്യൻറ്റ് സപ്ലൈ ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് പ്രിവെൻറ്റ് പ്രൊഡക്ഷൻ ഡിലേസ്. ദീസ് വിൽ നീഡ് ടു മാനേജ് ദ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ഇൻവെൻട്രി നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇൻവെൻട്രി നമ്മുടെ കയ്യിൽ അക്വയർ ചെയ്യുമ്പോഴേക്കും ഉണ്ടാവുന്ന കോസ്റ്റിന് പറയുന്ന പേരാണ് ഇൻവെൻട്രി കോസ്റ്റിംഗ്. ഇൻവെൻട്രി കോസ്റ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 കണ്ടൻസ് ആണ് ഇത്. പർച്ചേസ് കോസ്റ്റിംഗ് ഉണ്ട്, ഓർഡറിംഗ് കോസ്റ്റിംഗ്, ഹോൾഡിംഗ് കോസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. നമുക്കപ്പോൾ ഇത് ഓരോന്നായിട്ട് നോക്കാം ഏതാണ്. ഫസ്റ്റ് വൺ, പർച്ചേസ് കോസ്റ്റ്. എന്താണ് പർച്ചേസ് കോസ്റ്റ്? ദ പ്രൈസ് പെയ്ഡ് ഫോർ ഇൻവെൻട്രി, അതിനെയാണ് നമ്മൾ പർച്ചേസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ദ പ്രൈസ് പെയ്ഡ് ആൻഡ് എനി ആപ്ലിക്കബിൾ ടാക്സസ് ആൻഡ് ചാർജസ്. നമ്മളൊരു ഇൻവെൻട്രിക്ക് വേണ്ടി വാങ്ങുമ്പോൾ, ഒരു ഇൻവെൻട്രിക്കുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻവെൻട്രി നമ്മൾ വാങ്ങുമ്പോഴേക്കും ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന കോസ്റ്റുകൾ, അതായത് ടാക്സ് ആൻഡ് ചാർജസ്, അതിനെല്ലാം നമ്മൾ പർച്ചേസ് കോസ്റ്റിനകത്ത് ആഡ് ചെയ്യും. അപ്പം പർച്ചേസ് കോസ്റ്റിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. The total purchase cost for the period is equal to units purchased in the period into unit purchase price. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് കോസ്റ്റ് ടോട്ടൽ ഒരു പീരീഡിലോട്ടുള്ള ടോട്ടൽ പർച്ചേസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അത് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. യൂണിറ്റ്സ് പർച്ചേസ്ഡ് ഇൻ ദ പീരീഡ് ഇൻറ്റു യൂണിറ്റ് പർച്ചേസ് പ്രൈസ്. ഒരു യൂണിറ്റിന് എത്രയാണോ ചാർജ് അതിനെ നമ്മൾ ടോട്ടൽ എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പർച്ചേസ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതാണ് ഓർഡറിംഗ് കോസ്റ്റ്. ഓർഡറിംഗ് കോസ്റ്റ് എന്താണ്? ഓർഡറിംഗ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഓർഡറിംഗ് ദ ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ട് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഇൻവെൻട്രി ഓർഡർ ചെയ്തപ്പോഴേക്കുണ്ടായ കോസ്റ്റുകൾ, അത് ഓർഡർ ചെയ്യാനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ കോസ്റ്റും ആ ഓർഡർ ചെയ്ത ഇൻവെൻട്രി നമ്മളിലേക്ക് എത്തുമ്പോൾ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റിനെയുമാണ് നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡറിംഗ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്നാ? ഓർഡറിംഗ് കോസ്റ്റ് ഫോർ ദ പീരിയഡ് is equal to number of orders in the period multiplied by cost per order. നമ്മൾ ഓർഡറിംഗ് കോസ്റ്റിനകത്ത് കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൻ്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എത്ര ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല, നമ്പർ ഓഫ് ഓർഡേഴ്സ്. ലാസ്റ്റ് പർച്ചേസ് കോസ്റ്റിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് യൂണിറ്റ്സ് വെച്ചായിരുന്നു. ഇവിടെ ചിലപ്പോൾ ഒരു ഓർഡറിൽ ഒരു 10 യൂണിറ്റ് വന്നിട്ടുണ്ടാവും. സോ വി ഡോണ്ട് കൺസിഡർ ദ 10 യൂണിറ്റ്സ്, വി കൺസിഡർ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ്. ഇവിടെ എത്ര ഓർഡർ ഉണ്ട്, നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻ ദ പീരീഡ്. ഒരു പീരീഡിൽ നമ്മൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്തു അത് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡറിനുള്ള കോസ്റ്റ് എത്രയാണെന്നുള്ളത്. നമ്പർ ഓഫ് ഓർഡേഴ്സ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ല, നമ്പർ ഓഫ് ഓർഡേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് പെർ ഓർഡർ. അതാണ് നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? മറ്റേതിനകത്ത് നമ്മൾ യൂണിറ്റ്സ് എടുക്കും, ഇവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് എടുക്കും. നെക്സ്റ്റ് വൺ, ഹോൾഡിംഗ് കോസ്റ്റ്. ഈ ഒരു നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്ത ഇൻവെൻട്രി നമുക്ക് സ്റ്റോർ ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് കീപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്കുണ്ടാവുന്ന കോസ്റ്റിനെയാണ് ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഹോൾഡിംഗ് ദ ഇൻവെൻട്രി ഇൻക്ലൂഡ്സ് സ്റ്റോറേജ്, ഫിനാൻസ് കോസ്റ്റ്, സെക്യൂരിറ്റി, ഇൻഷുറൻസ്, ഒബ്സൊലസൻസ്, ഡിറ്റോറിയേഷൻ, സ്പോയിലേജ്, തെഫ്റ്റ് എക്സെട്ര. ഹോൾഡിംഗ് കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് സ്റ്റോറേജ്. ഈ ഒരു ഇൻവെൻട്രി നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റോറേജ്, നമുക്ക് വെയർ ഹൗസ് റെന്റിന് എടുത്തിട്ടുണ്ടാവും ഈ ഇൻവെൻട്രി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, അതിനൊക്കെ ഉള്ളതാണ് സ്റ്റോറേജ്. ഫിനാൻസ് കോസ്റ്റ്, ഈ റെന്റിനെടുത്ത വെയർ ഹൗസ് അല്ലെങ്കിൽ റെന്റിനെടുത്ത ബിൽഡിംഗ് ഇതൊക്കെ ലീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ലോൺ എടുത്താണ്, അങ്ങനെയുള്ള ഫിനാൻസ് കോസ്റ്റ്. ഓൾസോ സെക്യൂരിറ്റി, തെഫ്റ്റ് ഒന്നും ഇല്ലാതെ ഇപ്പം നമ്മൾ CCTV ഉണ്ടാവും, നമ്മൾ സെക്യൂരിറ്റി ഏജൻസ് ഉണ്ടാവും, നമുക്ക് സ്റ്റാഫായിട്ടുണ്ടാവും. ആ സെക്യൂരിറ്റി ഈ ഓർഡർ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ എടുത്തേക്കുന്ന അതിനുള്ള സെക്യൂരിറ്റിക്കാണത്. അടുത്തത് ഇൻഷുറൻസ്. നമ്മൾ എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് എടുക്കുമായിരിക്കുമല്ലോ, എന്തെങ്കിലും പറ്റിയാൽ ഇതിനെതിരെ നമുക്ക് നമ്മുടെ ഇൻവെൻട്രിക്ക് എന്തെങ്കിലും പറ്റിയാലുള്ള ഇൻഷുറൻസ്. ആ ഒരു ഇൻഷുറൻസ്. ഒബ്സൊലസൻസ്, ഇത് ഇൻവെൻട്രി ഔട്ട് ഓഫ് ട്രെൻഡ് ആയി കഴിഞ്ഞാൽ വരുന്ന ഒബ്സൊലസൻസ്, ഡിറ്റോറിയേഷൻ, അത് നമുക്ക് ത്രൂ ഔട്ട് ദ ക്ലാസ് നമുക്ക് പഠിക്കാം. സ്പോയിലേജ്, തെഫ്റ്റ്, ഇതെല്ലാം. ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ഹോൾഡിംഗ് കോസ്റ്റ് ഫോർ ദ പീരീഡ് എങ്ങനെയാണ്? ആവറേജ് ഇൻവെൻട്രി ഹെൽഡ് ഫോർ ദ പീരീഡ് മൾട്ടിപ്ലൈഡ് ബൈ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ ദ പീരീഡ്. നമ്മളെപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഇൻവെൻട്രിയുടെ യൂണിറ്റ്സിൻ്റെ നമ്പർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരു സീസൺ ആണെങ്കിൽ നമ്മൾ കുറേ ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ഓഫ് സീസൺ ആണെങ്കിൽ നമ്മൾ അത്രയും. അപ്പം നമുക്കതൊരു ഫിക്സഡ് ഫിഗർ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആവറേജ് ഇൻവെൻട്രി എടുക്കും. ആവറേജ് ഇൻവെൻട്രി ഹെൽഡ് ഫോർ ദ പീരീഡ്. ഈ പീരീഡിൽ നമുക്ക് ഹെൽഡ് ചെയ്തേക്കുന്ന ഇൻവെൻട്രിയുടെ ഒരു ആവറേജ് എടുത്തിട്ട് അതിനെ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള
ഹോൾഡിംഗ് കോസ്റ്റ്. ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാൻ നമുക്കുണ്ടാവുന്ന ഹോൾഡിംഗ് കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് ഫോർ ദ പീരീഡ് കിട്ടുന്നത്. അടുത്തത് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ആർ ഇൻകേർഡ് ഇഫ് ഇൻവെന്ററി ഈസ് അൺഅവൈലബിൾ. നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തേക്കുന്ന ഇൻവെന്ററി അൺഅവൈലബിൾ ആയി അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴേക്ക് നമുക്ക് വരാവുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രൈസ് പ്രീമിയംസ് ഫോർ എമർജൻസി സപ്ലൈസ്, ലോസ്റ്റ് റവന്യൂ, ഇൻസെന്റീവ് ടു റീറ്റെയിൻ ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്. നമ്മൾക്ക് ചിലപ്പം ഇൻവെന്ററി നമ്മൾ ഒരു ബൾക്കായിട്ട് ഓർഡർ എടുക്കുമ്പം നമുക്ക് കുറഞ്ഞ റേറ്റിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഇൻവെന്ററി എടുക്കുമ്പോഴേക്ക് അതിന് നമുക്കൊരു പ്രീമിയം പേ ചെയ്യേണ്ടി വരുമായിരിക്കും. ആ പ്രീമിയം ഉണ്ടാവും. അതുപോലെ തന്നെ സെയിൽസ് റവന്യൂ, നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആകുമ്പോഴേക്ക് ആ ഒരു സാധനം അന്വേഷിച്ച് വരുന്ന കസ്റ്റമേഴ്സിന് അത് കിട്ടത്തില്ല. സോ ലോസ്റ്റ് സെയിൽസ്, നമുക്ക് ആ സെയിൽ അവിടെ നടത്താൻ പറ്റിയില്ല. ആൻഡ് ഇൻസെന്റീവ് ടു റീറ്റെയിൻ ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമർ, നമ്മുടെ കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇല്ല, അതൊരു സ്റ്റോക്ക് ഔട്ട് ആവുമെന്ന് പറയുമ്പോഴേക്ക് കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും. അവർ ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തോട്ട് പോകുമായിരിക്കും. അപ്പം അങ്ങനെ അവർ നമ്മുടെ അടുത്തുനിന്നും വേറെ പ്രൊഡക്ട്സ് അല്ല വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് തപ്പി പോവാതെ നമുക്ക് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അവർക്ക് കുറച്ച് ബെനിഫിറ്റ്സും ഓഫേഴ്സും ഡിസ്കൗണ്ടും ഒക്കെ കൊടുക്കുമായിരിക്കും. അതിനെല്ലാമാണ് ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവുമാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റിലാണ്. ഇനി നേരത്തെ പറഞ്ഞ ഒബ്സലസൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്സലസൻസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി ഡ്യൂ ടു ഇറ്റ് ബിക്കമിംഗ് ഇറലവൻറ്റ് ടു ദ ഓർഗനൈസേഷൻസ് നീഡ്. റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി ഡ്യൂ ടു ഇറ്റ് ബിക്കമിംഗ് ഇറലവൻറ്റ് ടു ദ ഓർഗനൈസേഷൻസ് നീഡ്. നമുക്ക് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ട്രെൻഡിനൊപ്പം പോവുക. ഈ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഔട്ട് ഓഫ് ട്രെൻഡ് ആവും. പിന്നെ നമ്മളത് ആരും വാങ്ങിക്കില്ല. അപ്പോൾ അത് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെന്ററിയിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സ്റ്റോക്കായി, അതിന് പിന്നെ സെയിൽ ഉണ്ടാവത്തില്ല. അതിനെയാണ് നമ്മൾ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. It is not advisable to hold stocks of tech products for extended periods as they are eventually surprised by new tech and become less valuable. സത്യമാണ്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ആ പ്രൊഡക്റ്റ് കുറേ കാലം ഹോൾഡ് ചെയ്ത് വെച്ചു, നമ്മൾ കുറേ ഇൻവെന്ററി അതിൻ്റെ എടുത്തിട്ടുണ്ട്. പക്ഷേ ആസ് ടൈം മൂവ്സ് ഓൺ ആ ഒരു ടെക് മാറിയിട്ട് അടുത്ത ടെക്നോളജി വരുമ്പോഴേക്ക് അത് ഔട്ട് ഓഫ് ട്രെൻഡായി, പിന്നെ അത് സെയിൽ വരത്തില്ല. അപ്പം നമുക്ക് അതൊരു ഒബ്സലന്റ് അല്ലെങ്കിൽ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന് പറയുന്നതാണ് ഒബ്സലസൻസ്. പിന്നെ ഡിറ്റോറിയേഷൻ, വേറെ ടേമാണ് ഡിറ്റോറിയേഷൻ. ഡിറ്റോറിയേഷൻ എന്നാ? റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി ഡ്യൂ ടു ഡീഗ്രഡേഷൻ ഇൻ ഇറ്റ്സ് ക്വാളിറ്റീസ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇരുന്ന് പോയി കഴിയുമ്പോഴേക്ക് വരുന്നതിനാണ് ഡിറ്റോറിയേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലും ആപ്ലിക്കബിൾ പെരിഷബിൾ ഗുഡ്സിനെ നമുക്ക് നന്നായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാം ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അഗ്രികൾച്ചർ ആപ്പിൾ, ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിരിക്കും, നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ആ സ്റ്റോക്ക് കുറേ കാലം ഹോൾഡ് ചെയ്യുമ്പോൾ എന്നാ പറ്റും? ആപ്പിൾ മെല്ലെ റോട്ടാകുമ്പോൾ തുടങ്ങും, ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെയിൽ ചെയ്യാനും പറ്റത്തില്ല. അതിനെയാണ് ഡിറ്റോറിയേഷൻ എന്ന് പറയുന്നത്. ഫ്രഷ് പ്രൊഡക്ട്സ് ഡീഗ്രേഡ്സ് റാപ്പിഡ്ലി ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ആൻഡ് വുഡ് ബി അൺയൂസബിൾ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആൻഡ് ടു കീപ് ഫ്രഷ് റെഫ്രിജറേഷൻ ഓഫ് ഫർദർ പ്രോസസ്സിംഗ്. നമ്മളിപ്പം ഇതിനെ ചിലപ്പോൾ കുറച്ച് നാളും കൂടി വെക്കാൻ വേണ്ടി റെഫ്രിജറേഷനോ അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കോസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കൂടിയാലും ആഫ്റ്റർ സം ടൈം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ പെരിഷബിൾ പ്രൊഡക്ട്സ് ചീത്തയായി തന്നെ പോകും. പിന്നെ ആരും അത് വാങ്ങിക്കത്തുമില്ല, ഡെഡ് സ്റ്റോക്ക് ആയിട്ട് നമുക്കത് റൈറ്റ് ഓഫ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനെയാണ് ഡിറ്റോറിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻവെന്ററി കോസ്റ്റിങ്ങിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന രണ്ട് കോസ്റ്റുകളായിരിക്കും ഒബ്സലൻസും ഡിറ്റോറിയേഷനും. ഒബ്സലന്റ് ആൻഡ് ഡിറ്റോറിങ് ഇൻവെന്ററി വുഡ് ബി ഇവൻച്വലി ബി ഡിസ്കാർഡഡ് ആൻഡ് റിട്ടേൺ ഓഫ്. നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആയ പ്രൊഡക്ട്സും ഒബ്സലന്റ് ചീത്തയായി പോയ പ്രൊഡക്ട്സും നമുക്ക് ഇൻവെന്ററിയിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. അതങ്ങനെ പോകും. അതിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ട് എടുക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഒബ്സലസൻസും ഡിറ്റോറിയേഷനും. ബഫർ ഇൻവെന്ററി. എന്താണ് ബഫർ ഇൻവെന്ററി? ബഫർ ഇൻവെന്ററി is the minimum amount of inventory an organization should hold in stock to deal with an unexpected rise in the demand for its products. Hence, it is sometimes called safety stock or safety inventory. Buffer inventory എന്ന് വെച്ചാൽ it is the minimum amount of stock. It is the minimum amount of inventory. നമ്മളിപ്പോൾ ഒരു ഇൻവെന്ററി ഹോൾഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ഇൻവെന്ററി ആണ്. അതിന് എപ്പോഴും നമുക്കൊരു ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു മിനിമം ഓർഡർ ലെവൽ ഉണ്ട്. ആ ഒരു മിനിമം ലെവലിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. മിനിമം ലെവലിൽ താഴെ പോയാൽ പറ്റും സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റോക്ക് ഔട്ട് ആയാൽ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, നേരത്തെ കാണിച്ച സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഫർ ഇൻവെന്ററിയിൽ നമ്മൾ ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ബഫർ ഇൻവെന്ററി എന്ന് പറയുന്നത്.
ഇത് നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ അൺഎക്സ്പെക്റ്റഡ് റൈസ് ഇൻ ദ ഡിമാൻഡ്സ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന് പെട്ടെന്ന് ഡിമാൻഡ് ഹൈ ആയാൽ പെട്ടെന്ന് നമുക്ക് അത് കൂടുതൽ സപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ബഫർ ഇൻവെന്ററി എപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആണ്, ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ അൺഎക്സ്പെക്റ്റഡ് റൈസ് ഇൻ ദ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സേഫ്റ്റി സ്റ്റോക്ക് ഓർ സേഫ്റ്റി ഇൻവെന്ററി. നമ്മളിപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എപ്പോഴും കൈ കീപ്പ് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ മിനിമം ലെവലിൽ കീപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ബഫർ ഇൻവെന്ററി. ഇതിന്റെ താഴോട്ട് ഒരിക്കലും ആ സ്റ്റോക്കിന്റെ എമൗണ്ട് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് ഈ ഒരു ഓർഡർ ലെവലിന് താഴോട്ട് പോവാണ്ട് നമ്മൾ എപ്പോഴും നോക്കേണ്ടി വരും. അതിനെയാണ് ബഫർ ഇൻവെന്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ജസ്റ്റ് ഇൻ ടൈം. ഇപ്പോൾ നമ്മൾ ചെയ്ത കോസ്റ്റിങ്ങിൽ നിന്നും നമുക്ക് ഇൻവെന്ററി കോസ്റ്റിങ്ങിൽ നിന്നും ഹോൾഡിംഗ് കോസ്റ്റ് ഉണ്ട്, സ്റ്റോറേജിന്റെ കോസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നോക്കിയ ഈ എല്ലാം ഹോൾഡിംഗ് കോസ്റ്റ്, മെയിൻ ആയിട്ടും ഹോൾഡിംഗ് കോസ്റ്റിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോൾഡ് ചെയ്യുമ്പോഴേക്കുള്ള സ്റ്റോറേജിന്റെ കോസ്റ്റ്, ഫിനാൻസിന്റെ കോസ്റ്റ്, സെക്യൂരിറ്റിയുടെ കോസ്റ്റ്, ഇങ്ങനത്തെ കോസ്റ്റുകളെല്ലാം അവോയ്ഡ് ചെയ്ത് ഇൻവെന്ററിയുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം. ഹോൾഡിംഗ് ഇൻവെന്ററി ഇൻകേഴ്സ് എക്സ്പെൻസസ്. ഇറ്റ് മസ്റ്റ് ബി സ്റ്റോർഡ്, ഫിനാൻസ്, സെക്യൂർഡ് ആൻഡ് കെപ്റ്റ് ഇൻ ഗുഡ് കണ്ടീഷൻസ്. അപ്പോൾ ഈ ഒരു ഹോൾഡിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്ത് ഇൻവെന്ററിയുടെ കോസ്റ്റിങ് ഏറ്റവും മിനിമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ജസ്റ്റ് ഇൻ ടൈം. ആ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഓർഡറിങ് ജസ്റ്റ് ഇൻ ടൈം ഓൺലി വെൻ പ്രൊഡക്ഷൻ ഇസ് റെഡി ടു യൂസ് ദ മെറ്റീരിയൽസ് മിനിമൈസസ് ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാറാകുമ്പോൾ മാത്രം നമ്മൾ ഓർഡർ ചെയ്യും. നേരത്തെ അഡ്വാൻസ് ആയിട്ട് നമ്മളൊന്നും വാങ്ങിച്ചു വെക്കത്തില്ല. ജസ്റ്റ് ഇൻ ടൈം, ജസ്റ്റ് ആസ് ദ വേർഡ് സജസ്റ്റ്, ജസ്റ്റ് ആ ഒരു സമയം ആകുമ്പോഴേക്കും മാത്രം ഓർഡർ ചെയ്ത് കീപ്പ് ചെയ്യുന്നതിനെയാണ് ജസ്റ്റ് ഇൻ ടൈം ഓർഡറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇൻവെന്ററിയുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഷുഡ് ഓൺലി മേക്ക് ആസ് മെനി യൂണിറ്റ്സ് ക്യാൻ ബി സോ. അപ്പം ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ടുള്ളത്, ഒന്ന്, പ്രൊഡക്ഷൻ ഷുഡ് ഓൺലി മേക്ക് ആസ് മെനി യൂണിറ്റ്സ് ക്യാൻ ബി സോൾഡ്. എന്ന് വെച്ചാൽ കൃത്യമായിരിക്കും. നമുക്കിപ്പോൾ 10 യൂണിറ്റ് മാത്രം നമുക്ക് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 10 യൂണിറ്റിനുള്ള ഇൻവെന്ററി നമ്മൾ വാങ്ങിച്ചു വെക്കത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഡൻ റൈസ് ഇൻ ഡിമാൻഡ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്പെസിഫൈഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എത്ര വേണോ അതിനെ ജസ്റ്റ് ആ ഒരു സമയത്ത് ഓർഡർ ചെയ്യുന്നതാണ് ജസ്റ്റ് ഇൻ. ദർ വിൽ ബി നോ ഇൻവെന്ററി ഫോർ റോ മെറ്റീരിയൽസ് ഓഫ് ഫിനിഷ് ഗുഡ്സ്. നമുക്ക് മിച്ചമായിട്ടുള്ള വേറെ ഒരു ഇൻവെന്ററിയും കാണത്തില്ല. ഫിനിഷ് ഗുഡ്സും കറക്റ്റ് ആയിരിക്കും, റോ ഇൻവെന്ററി മെറ്റീരിയൽസും കറക്റ്റ് ആയിരിക്കും, മിച്ചം കാണത്തില്ല. അതിനെയാണ് ബാലൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇൻ ടൈം ചെയ്യുന്നത്. സ്മോളർ ഓർ മോർ ഫ്രീക്വന്റ് ഡെലിവറീസ് ആർ റിക്വയർഡ് അറ്റ് ഷോർട്ട് നോട്ടീസ്. ജസ്റ്റ് ഇൻ ടൈം ആകുമ്പോഴേക്കും നമുക്ക് അപ്പം ഓർഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബൾക്കായിട്ട് ഇൻവെന്ററി ഓർഡർ ചെയ്താൽ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോഴേക്കും എപ്പോഴും കോസ്റ്റ് കുറവായിരിക്കും. എല്ലാ സമയവും ഫിക്സഡ് കോസ്റ്റുകളൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈമിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ എപ്പോഴും സ്മോളറും നമ്പർ ഓഫ് ഓർഡേഴ്സും കൂടുതലായിരിക്കും. അപ്പം ഓർഡറിങ് കോസ്റ്റ് കൂടാനും ചാൻസ് ഉണ്ട്. നമ്പർ ഓഫ് ഓർഡേഴ്സ് സ്മോളറും ആണ്. പക്ഷെ കുറേ ടൈമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. A few dedicated suppliers deliver defect-free components just in time when the parts are demanded on the production line. നമുക്കിതിനു വേണ്ടി നമ്മുടെ സപ്ലയറുമായിട്ട് നല്ല ടേംസിലായിരിക്കണം. സപ്ലയർ ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ടു ഡെലിവർ അവർ പ്രൊഡക്ട്സ് ജസ്റ്റ് ഇൻ ടൈം ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഡിഫെക്ട് ഫ്രീ. നമ്മളിപ്പോൾ 10 ഓർഡറിന് കൃത്യം 10 ഇൻവെന്ററി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് 10 എണ്ണം പറഞ്ഞു. അപ്പോൾ നമ്മൾ 10 എണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ, നമ്മൾ എക്സ്ട്രാ ഒന്നും റോ മെറ്റീരിയൽസ് പറഞ്ഞിട്ടില്ല. ബട്ട് ഇൻ കേസ് ആ 10 റോ മെറ്റീരിയൽ ഒരു റോ മെറ്റീരിയലിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് 10 ഇൻവെന്ററി 10 ഫിനിഷ് ഗുഡ്സ്. അവിടെ അതൊരു നമുക്കൊരു ഡ്രോബാക്ക് ആവും. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം വെച്ച് നമുക്ക് എപ്പോഴും ഡിഫെക്ട് ഫ്രീ ആയിട്ടുള്ള കമ്പോണൻസ് വേണം. അതിന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സപ്ലൈസുമായിട്ട് യു ഹാവ് ടു ബി ഇൻ ഗുഡ് ടേംസ് വിത്ത് ദം. However, this increases the risk of stock out where no inventory is available for production and sales. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിന്നെയും സപ്ലൈ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന അതേ രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് റിസ്ക് ഉണ്ട്. To mitigate this risk, companies build robust integrated relationship with their suppliers and diversify the source of supply. As I said earlier, നമുക്ക് നല്ലൊരു റിലേഷൻ വേണം നമ്മുടെ സപ്ലയറിന്റെ കൂടെ. കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്ന കൃത്യം നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ആ കൃത്യം നമ്പർ ഓഫ് ഐറ്റംസ് ഡിഫെക്ട് ഫ്രീ ആയിരിക്കണം, ഓൺ ടൈമിൽ നമുക്കത് കിട്ടണം. എന്നാലേ ഉള്ളൂ നമുക്ക് അപ്പം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെക്കുന്ന പരിപാടിയില്ല. അപ്പം റോബസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻവെന്ററിയുടെ കോസ്റ്റുകളെ പറ്റിയാണ് പഠിച്ചേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.